ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി വെജ് റോളാണ്. നമുക്ക് വീട്ടിൽ വെജ് റോളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കുഞ്ഞുമക്കൾക്ക് നല്ല നല്ല വെജ് റോളൊക്കെ ഉണ്ടാക്കി ശനി ഞായറൊക്കെ അവർ ഹാപ്പിയാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു കുഞ്ഞു കഷ്ണം ക്യാബേജ്, നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അതിനകത്ത് പനീറൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് സബോളയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എല്ലാം കുഞ്ഞായിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 സ്പൂൺ നെയ്ക്ക് വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ പച്ചക്കറികളെല്ലാം നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം നമ്മൾക്ക് ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ അതിന് ശേഷം ചേർക്കാം. ടൊമാറ്റോയിൽ വെള്ളമൊക്കെ വലിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ഓറിഗാനോ ചേർക്കണം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ചേർക്കുക. അതുപോലെ തന്നെ പാസ്തയുടെ മിക്സും കൂടി ചേർത്താൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഓപ്ഷനിലാണ്. പിന്നെ നമുക്ക് കുറച്ച് മയോണൈസ് ഉണ്ടാക്കാൻ ഒരു എഗ്ഗ്, കുറച്ച് ശർക്കര, പിന്നെ ഒരു നുള്ളു ഉപ്പ്, 2 സ്പൂൺ നെയ്യ്, 4 സ്പൂൺ പച്ചവെള്ളം, ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ഒരു തവയ്ക്കകത്ത് വെച്ച് 2 വശം നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം പാസ്തയുടെ സോസ് നമുക്ക് അതിൽ സ്പ്രെഡ് ചെയ്യാം. പാസ്തയുടെ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പോ സോസോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. സോസ് ആയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് മല്ലിയില സ്പ്രെഡ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് സിമ്മിലിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് മെൽട്ടായി കിട്ടും. പിന്നെ നമുക്ക് വേറൊരു തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സ്പ്രെഡാക്കുക. വെജിറ്റബിൾ ഇട്ട് പിന്നെ മല്ലിയില അരിഞ്ഞിട്ട് പിന്നെ ചീസെല്ലാം സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ അതിനെ ഒരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ മൈക്രോവേവിലിട്ട് ചൂടാക്കി എടുക്കുക ചെയ്യാം. അപ്പോൾ നല്ലപോലെ മെൽറ്റാവണം നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. സ്കൂളിലേക്ക് ഇത് അവർക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാം. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് തരിക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കുറേ ഡിഷുകളായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.